ഇന്നൊരു അടിപൊളി ഇച്ചിരി വ്യത്യസ്തമായ മുട്ടക്കറിയാണ് ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതിലേക്ക് നീളത്തിലരിഞ്ഞ 2 സവോള ഇത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഒന്ന് വാടി വന്നാൽ മതി. 1/2 ടീസ്പൂൺ കസ്കസും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനിയും ഇത് ചൂടാറിയ ശേഷം ഒരു മിക്സർ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പനീർ ഇടുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ടൊന്ന് അരയ്ക്കാം. അതിനുശേഷം സെയിം പാനിലേക്ക് തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇവ ചേർത്തൊന്ന് ചൂടായ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇത്രയും ചേർത്ത് ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കസൂരി മേത്തിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ലാസ്റ്റിൽ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഒരു മിനിറ്റും കൂടെ ഒന്ന് തിളച്ചാൽ മതിയാവും. ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല കുറുകിയ ചാറോട് കൂടിയ ടേസ്റ്റി മുട്ടക്കറിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.